നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 90 സീറ്റുകളിൽ 62 സീറ്റുകളും കൃത്യമായും കോൺഗ്രസ് നേടിയെടുക്കും എന്ന് തന്നെയാണ് ടൈംസ് നൗ സർവേ വ്യക്തമാക്കുന്നത്. നിരവധിയായ എക്സിറ്റ് പോൾ സർവേകൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് മണിക്കൂറുകൾ ശേഷം പുറത്തു വന്നിരുന്നു. അതിൽ എല്ലാ സർവേകളിലും എടുത്തു പറയേണ്ടത് റിപ്പബ്ലിക് സർവേയിൽ ഉൾപ്പെടെ, റിപ്പബ്ലിക് ടിവിയുടെ സർവേയിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ബഹുദൂര മുന്നേറ്റമാണ്. 3/2 ഭൂരിപക്ഷം ഉറപ്പായും ലഭിക്കും എന്ന് തന്നെയാണ് ഒട്ടുമിക്ക സർവേകളിലും വ്യക്തമാക്കുന്നത്. അതിനകത്ത് എല്ലാ തരത്തിലും ദൈനിക് ഭാസ്കറിൻ്റെ റിസൾട്ട് കൃത്യമായും ശരിവെക്കുന്ന തരത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ദൈനിക് ഭാസ്കർ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് പ്രകാരമാണെങ്കിൽ 58 സീറ്റ് വരെ കോൺഗ്രസ്സിന് ഏത് കാലാവസ്ഥയിലും ലഭിക്കുന്ന സാഹചര്യമാണ്. നിരവധിയായ പ്രശ്നങ്ങൾ തന്നെയാണ് BJPയെ തകർക്കാൻ കാരണമാകുന്നത്. ഒന്ന് എന്ന് പറയുന്ന കർഷക വിരോധമാണ്. BJPയുടെ അടിസ്ഥാന തത്വം തന്നെ അതായി നിൽക്കുകയാണ്. കർഷകരെ അവഹേളിക്കാനും അവരുടെ സമരത്തെ കളിയാക്കാനും മുതിർന്ന നരേന്ദ്രമോദിക്ക് ഹരിയാനയിലെ കർഷകർ വലിയ തിരിച്ചടിയായിരിക്കും നൽകുക എന്നുള്ളത് BJPക്ക് നന്നായി അറിയാം. എന്നാൽ BJP അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം, കേന്ദ്രത്തിലെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് എങ്ങനെയൊക്കെ കോൺഗ്രസിനെ തകർക്കാം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനാണ് രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യാൻ അമിത്ഷായും മറ്റ് മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇപ്പോഴും കർഷക നയങ്ങളിൽ ഒരിഞ്ച് പോലും കർഷകരെ സാമൂഹികമായി പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയല്ല BJP ശ്രമിക്കുന്നത്. അവരെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടിയുള്ള നയങ്ങളാണ് BJP ഇപ്പോഴും നെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരവധിയായ സർവേകളിൽ BJPക്ക് കനത്ത തിരിച്ചടി നൽകപ്പെടുന്ന ഒരു സവിശേഷത വന്നിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് കോൺഗ്രസ് കൃത്യമായി അവരുടെ പ്രഖ്യാപനം 65 മുതൽ 70 സീറ്റ് വരെ ലഭിക്കുമെന്നാണ്. BJPക്ക് പരമാവധി 15 സീറ്റുകൾ, അതും പരമാവധിയാണ് കോൺഗ്രസ് പറയുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് അത്രയേറെ ആത്മവിശ്വാസത്തിലാണ്. ഇതിലെടുത്തു പറയേണ്ടത് BJPയുടെ B ടീമായി നിന്ന് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആം ആദ്മി തകർന്ന് വെണ്ണീറാകും എന്നുള്ളതാണ്. വാസ്തവത്തിൽ കെജ്രിവാളിൻ്റെ ശ്രമം അതുതന്നെയാണ്. കെജ്രിവാൾ BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ഗുജറാത്തിലെ പോലെ, ഗോവയിലെ പോലെ മറ്റ് എല്ലായിടങ്ങളിലും എങ്ങനെയാണോ കോൺഗ്രസിനെ തകർത്തത്, അതുപോലെ തന്നെ ഡൽഹിയുടെ അടുത്ത് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം എന്ന തരത്തിൽ ഹരിയാനയിലും അതേ മോഡൽ ആവർത്തിക്കാൻ കെജ്രിവാൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. വാസ്തവത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ കെജ്രിവാളും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നതാണ്. വാസ്തവത്തിൽ കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിക്ക് അവരുടെ അനുമാനമനുസരിച്ചുള്ള ഒരു സീറ്റ് വരെ കോൺഗ്രസ് നൽകുകയുണ്ടായി. വാസ്തവത്തിൽ ആ കുരുക്ഷേത്ര ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ ജയം ഉറപ്പായിരുന്നു. ആം ആദ്മി സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ആ സീറ്റിൽ നഷ്ടം സംഭവിച്ചത്. എന്നിട്ട് പോലും ആം ആദ്മി പാർട്ടിയെ സഹകരിപ്പിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിച്ചു. എന്നാൽ ആം ആദ്മി തനിക്കോണം കാണിച്ചു. അതിൻ്റെ ഫലമായാണ് ആം ആദ്മിയെ ഒഴിവാക്കിയത്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തും CPIM അവർക്ക് പോലും ഒരു സീറ്റ് സംഭാവന നൽകി. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് ചെയ്ത ഒരു വിശാല മനസ്സാണത്. 90 സീറ്റുകളിൽ കോൺഗ്രസ്സിന് 3/4 ഭൂരിപക്ഷം കിട്ടിയാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സർവേ ഫലങ്ങളെക്കാൾ അതിനെയൊക്കെ കടത്തിവെട്ടുന്ന ഭൂരിപക്ഷമായിരിക്കും കോൺഗ്രസ്സിന് ലഭിക്കുക എന്ന് ഭൂവിന്ദർ സിംഗ് ഹൂദയും സെൽജകുമാരിയും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്.